Hello my dear students, welcome to Learner's World. In this video, I talk about Unit 8 Writing CVs. What is a CV? എന്താണ് ഒരു സി വി? അതായത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും സി വി. നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു സി വി വേണം. അപ്പോൾ എന്താണ് സി വി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സി വി ഈസ് ദ ഷോർട്ട് ഫോം ഫോർ കരിക്കുലം വിറ്റ. അപ്പോൾ കരിക്കുലം വിറ്റയുടെ ഒരു ഷോർട്ട് ഫോമാണ് സി വി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് സിനോപ്സിസ് ഓഫ് യുവർ സ്കിൽസ്, എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ദാൻ എ സ്റ്റാൻഡേർഡ് റെസ്യൂം. അതായത് ഈ ഒരു സി വിയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? ഡീറ്റെയിൽ സിനോപ്സിസ് ഓഫ് യുവർ സ്കിൽസ്, അതായത് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കഴിവുകളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സമ്മറി അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്, അതായത് നിങ്ങൾ പ്രൈമറി എഡ്യൂക്കേഷൻ എവിടെയാണ് ചെയ്തത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ എവിടെയാണ് ചെയ്തത്, ഗ്രാജുവേഷൻ എവിടെയാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചിട്ട് ഒരു സമ്മറി നമ്മൾ ഈ സി വിയിൽ ഉൾപ്പെടുത്തും. ആൻഡ് എക്സ്പീരിയൻസ് ദാൻ എ സ്റ്റാൻഡേർഡ് റെസ്യൂം. എക്സ്പീരിയൻസ്, അതായത് നമ്മൾ ഒരു ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതിനു മുന്നേ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഈ സി വിയിലാണ് ഉൾപ്പെടുത്തുന്നത്. It gives a detailed summary of accomplishments, academic, professional and personal. പിന്നീട് നമ്മൾ ഈ ഒരു സി വിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് സമ്മറി ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സി വിയിൽ ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ സമ്മറി ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്സ്, അപ്പം നമുക്കുണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തും. ദെൻ കോമ്പണൻസ് ഓഫ് എ സി വി. ഇനി ഈ ഒരു സി വിക്ക് കുറച്ച് ഘടകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോണ്ടാക്ട് ഇൻഫോർമേഷൻ, ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എക്സ്പീരിയൻസ്, പേഴ്സണൽ പ്രൊഫൈൽ, റഫറൻസ്. അപ്പോൾ ഇത്രയും കോമ്പണൻസ് ഒരു സി വിക്ക് ഉണ്ടായിരിക്കണം. കോണ്ടാക്റ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ എന്താണ് കോണ്ടാക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ യുവർ ഫുൾ നെയിം, ഹോം അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ. ഇഫ് യു ഡോണ്ട് ഹാവ് ആൻ ഇമെയിൽ അഡ്രസ് മേക്ക് വൺ. അപ്പോൾ നമ്മളൊരു സി വി ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോണ്ടാക്റ്റ് ഇൻഫോർമേഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് നമ്മുടെ ഒരു സി വിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതണം, ഹോം അഡ്രസ്സ്, മൊബൈൽ നമ്പർ. നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ഇല്ല എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഇമെയിൽ ഐ ഡി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു സി വിക്ക് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൺവേഴ്സ് യുവർ കരിയർ ഗോൾസ്, അതായത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കരിയർ ഗോൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, അതായത് നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തിലേലും പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിൽ മെൻഷൻ ചെയ്യണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റാണ്, സി വിയുടെ കോമ്പണൻ്റാണ് കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് എന്ന് പറയുന്നത്. ദ സ്ട്രോങ്ങസ്റ്റ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ക്രൂഷ്യൽ ഫോർ ദ ജോബ് ഷുഡ് ബി ലിസ്റ്റഡ്, യൂസ് ബുള്ളറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രത്യേക കഴിവുകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ എല്ലാ കഴിവുകളും ഇതിൽ എഴുതാൻ പറ്റില്ല. നമ്മൾ എന്ത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കഴിവുകൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിതിൽ ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് എഴുതേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എഡ്യൂക്കേഷൻ. Schools attended, degrees got, scholarship received, academic achievements, society memberships, class rankings, etc. should come here. എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് സി വിയുടെ. അതിൽ നമ്മുടെ സ്കൂൾ, ഏത് സ്കൂളാണ്, നമ്മൾ പ്രൈമറി സ്കൂള് ഏതാണ്, സെക്കൻഡറി ഏതാണ്, അതുപോലെ നമ്മളുടെ ഗ്രാജുവേഷൻ എവിടെയാണ് ചെയ്തത്, അതുപോലെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലാണ്, എഡ്യൂക്കേഷൻ എന്നുള്ള പാർട്ടിൽ. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ എന്തെങ്കിലും റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മളുടെ മാർക്സ് ഇതൊക്കെ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ദെൻ എക്സ്പീരിയൻസ്.
List your work history in reverse order, showing position, name of the organization, duties and responsibilities, and start and end dates. അപ്പോൾ എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ സാധ്യതകളുണ്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് അവസാനം മുതൽ കീഴോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ലാസ്റ്റ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തത് അത് മുതൽ താഴോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വർക്ക് എക്സ്പീരിയൻസ്. അതിൽ നിങ്ങളുടെ പൊസിഷൻ എന്താണ്, അതായത് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ്, അങ്ങനെ ഏതാണ് പൊസിഷൻ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതുപോലെ ആ ഒരു നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷനിലാണ് നിങ്ങൾ ജോലി ചെയ്തിട്ടുള്ളത് അത് മെൻഷൻ ചെയ്യണം. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇതിന് ഡേറ്റ്, അതായത് നിങ്ങൾ എന്ന് മുതൽ എന്ന് വരെയാണ് ആ ജോലി ചെയ്തിരുന്നത്, സ്റ്റാർട്ടിങ് ഡേറ്റ് മുതൽ എൻഡിങ് ഡേറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ. ദെൻ പേഴ്സണൽ പ്രൊഫൈൽ, അതായത് നമ്മളുടെ വ്യക്തിഗത വിവരങ്ങളൊക്കെ ചേർക്കേണ്ട ഭാഗമാണ് പേഴ്സണൽ പ്രൊഫൈൽ. ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ കാർഡ് നമ്പർ, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ലാംഗ്വേജ് ഇൻ ദ ഓർഡർ ഓഫ് പ്രൊഫിഷ്യൻസി, ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇവിടെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ കാർഡ് നമ്പർ, പാസ്പോർട്ട്, മറ്റുള്ള അതായത് ഹോബീസ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചേർക്കാൻ കഴിയും. ദെൻ റെഫറൻസസ് they can be your teachers or supervisors and some other in the society who know you well. അതായത് ഈ റെഫറൻസസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ CV ഉണ്ടാക്കുന്ന സമയത്ത് റെഫറൻസസ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ ആരെങ്കിലും, അതായത് നമ്മളെ മേ ബി ഇപ്പം ഒരു അധ്യാപികയാണ്, നമ്മളൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, അപ്പം നമ്മളൊരു കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ CV തയ്യാറാക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മൾ വേണമെങ്കിൽ അവിടുത്തെ HODയുടെ നമ്പർ അല്ലെങ്കിൽ നമ്പറും പേരും നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം നമ്മളുടെ CVയിൽ. അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ നമ്പറും പേരും നമുക്ക് മെൻഷൻ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണ് മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളങ്ങനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നമ്മളെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഫറൻസസ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻഫോം യുവർ റെഫറീസ് ഇൻ അഡ്വാൻസ് സോ ദാറ്റ് ദേ ക്യാൻ ഗിവ് ഫേവറബിൾ ഇൻഫർമേഷൻ അബൌട്ട് യു ഇഫ് ദേ ആർ കോൺടാക്റ്റഡ്. അപ്പോൾ നമ്മളിങ്ങനെ റെഫറൻസസ് നൽകുന്ന സമയത്ത്, അതായത് നമ്മൾ ഒരാളുടെ പേരും അയാളുടെ കോൺടാക്റ്റ് നമ്പറും നമ്മൾ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അയാൾ അത് അറിയിക്കൽ നിർബന്ധമാണ്. അതായത് ഞാനിങ്ങനെ എൻ്റെ CVയിൽ നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ പേരും വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കൽ നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇൻഫോർമേഷൻസ് കൺവേ ചെയ്യാൻ അത് സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ഇൻ്റർവ്യൂവർ ഇനിയിപ്പോൾ ആ റെഫറൻസ് കൊടുത്തിട്ടുള്ള ആളെ വിളിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നൽകാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഡൂസ് ആൻഡ് ഡോൺസ്, അതായത് നമ്മളിപ്പോൾ ഒരു CV തയ്യാറാക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ CV തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, ചിലത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഡൂസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. കീപ്പ് യുവർ CV ഷോർട്ട് ആൻഡ് ടു ദ പോയിൻറ്റ്. അതായത് നിങ്ങളുടെ CV വളരെ ഷോർട്ടാക്കിയിട്ട് വേണം എഴുതാൻ. അതായത് കം ടു ദ പോയിൻറ്റ്, അതായത് പോയിൻറ്റിൽ മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഒരുപാട് ഒരു കഥ എഴുതുന്ന പോലെ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. യൂസ് എ ക്ലിയർ ലേ ഔട്ട്, അതുപോലെ നല്ലൊരു ലേ ഔട്ട് യൂസ് ചെയ്യുക. മേക്ക് ഇറ്റ് ഈസി ഫോർ ദ റിക്രൂട്ടേഴ്സ് ടു സീ യു ആർ എ സ്ട്രോങ് കാൻഡിഡേറ്റ്. അതുപോലെ നിങ്ങൾ നല്ല പറ്റിയൊരു സൂട്ടബിളായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെന്ന് റിക്രൂട്ടേഴ്സിനെ എളുപ്പം കാണിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ CV തയ്യാറാക്കേണ്ടത്. ദെൻ എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻറ്റ് ബ്രേക്സ് ഇൻ യുവർ എഡ്യൂക്കേഷൻ ഓർ കരിയർ. അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ബ്രേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡോൺസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ചെയ്യാൻ പാടില്ലാത്ത ഒരു CVയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഡോണ്ട് ലൈ ഓർ എക്സാജറേറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു CV ഒക്കെ ഉണ്ടാക്കുകയാണ് ഒരു ജോബിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് നമ്മൾ PhD ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ PhD ഒക്കെ ചെയ്തു എന്നൊക്കെ ആ ഒരു CV മെൻഷൻ ചെയ്യാൻ പാടില്ല. അത് നുണയാണ് അല്ലേ, അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല. എക്സാജറേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് എക്സാജറേറ്റ് എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് പറയാം, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ പെരുപ്പിച്ച് പറയാനൊന്നും പാടില്ല. ദെൻ ഡോണ്ട് മേക്ക് ദ ഫോൺ സ്മോളർ ടു ഫിറ്റ് ഇൻ എ പേജ്. അതുപോലെ നമ്മൾ CV ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പേജിൽ തന്നെ കുത്തിക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഫോണ്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡോണ്ട് യൂസ് ജനറാലിറ്റീസ്. അതുപോലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ഈ ഒരു CV ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു സാമ്പിൾ CV ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള CV ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു സാമ്പിൾ CV. നെയിം, ഫസ്റ്റ് കോണ്ടാക്റ്റ് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. മേരി ജോർജ് P. ആ ഒരു മേരി ജോർജിൻ്റെ ഒരു അഡ്രസ്സ്, കോണ്ടാക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ടവർ 5 PMT റോഡ്, MG യൂണിവേഴ്സിറ്റി, പ്രിയദർശിനി ഹിൽസ്, കോട്ടയം 12 എന്ന് പറഞ്ഞിട്ട്. ദെൻ മേരി panakal@gmail.com ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ദെൻ മൊബൈൽ നമ്പർ. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള കോണ്ടാക്റ്റ് ഇൻഫോർമേഷൻ ആണ്. അതിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു കരിയർ ഗോൾസ് ഒക്കെ കാണിക്കുന്നത് ഈ ഒബ്ജക്റ്റീവിലാണ്. ടു ഒബ്റ്റെയിൻ ആൻ ഇൻറ്റേൺഷിപ്പ് ആൻഡ് ഇവൻച്വലി ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. അതായത് മാർക്കറ്റിംഗ് ഫീൽഡിലേക്കാണ് CV അയക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ദെൻ എഡ്യൂക്കേഷൻ, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള 2014. അപ്പോൾ BBA ആണ് എഡ്യൂക്കേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കോളർഷിപ്പ് കിട്ടിയത് കൊടുത്തിട്ടുണ്ട്. ദെൻ വർക്ക് എക്സ്പീരിയൻസ്, ഇതിന് മുന്നേ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്, സ്പെൻസർ സ്റ്റോർ ട്രിവാൻഡ്രം, സമ്മർ 2013. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരും പിന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരുപാട് എക്സ്പീരിയൻസസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസസ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ്റെ പേര് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഏത് പൊസിഷനിലാണ് ജോലി ചെയ്തത്, നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ദെൻ ഡേറ്റ്, സ്റ്റാർട്ടിങ് ഡേറ്റ് ആൻഡ് എൻഡിങ് ഡേറ്റ് മെൻഷൻ ചെയ്യാം. അപ്പം മുകളിൽ കൊടുത്തിട്ടുള്ളതൊക്കെ എക്സ്പീരിയൻസസ് ആണ്. ദെൻ അവാർഡ്സ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അക്കംപ്ലിഷ്മെൻറ്റ് ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തതാണ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ദെൻ റെഫറൻസസ് എന്ന് പറഞ്ഞിട്ട് മിസ് സുസി തമ്പി, ജനറൽ മാനേജർ മാർക്കറ്റിംഗ് അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, എടപ്പള്ളി, കൊച്ചി. അപ്പോൾ ഒരു റെഫറൻസസ് ആയിട്ട് ഒരു ജനറൽ മാനേജർ കോണ്ടാക്റ്റ് ഇൻഫോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share.